Scoring high marks can destroy a good student. Yes, ഞാൻ destroy എന്ന് തന്നെയാണ് പറഞ്ഞേ. Not help, not elevate, but destroy a good student. ഇത് കേൾക്കുമ്പോൾ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും അല്ലേ? But being a teacher who has observed students very closely, I can tell you this is more common than you can think. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, the dark side of scoring high marks. Welcome to this video. My name is Hari. I'm a teacher and learning strategist. Through my channel, I help parents understand and support their children's learning in a better way. എന്തുകൊണ്ടാണ് കുട്ടികൾ ഹൈ മാർക്സ് ചേസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. ലെറ്റ്സ് ഫേസ് ഇറ്റ്, കുട്ടികൾക്ക് ഇത് നല്ല പ്രഷറുണ്ട് പഠിക്കാൻ വേണ്ടി. അത് സ്കൂളിൽ നിന്നുണ്ട്, പിയേഴ്സിൻ്റെ ഇടയിലും ഉണ്ട്. ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ദ പ്രഷർ കംസ് ഫ്രം ദ പാരൻസ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെ അൺറിട്ടൺ ആയിട്ടുള്ള സബ് കോൺഷ്യസ്ലി പാരൻസ് ബിലീവ് ചെയ്യുന്നൊരു ഫോർമുലയുണ്ട്. That good marks is a good student and bad marks is a failure. എന്ന് വെച്ചാൽ നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും അപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അപ്രിസിയേഷൻസ് ഒന്നുമില്ല. പക്ഷേ വാട്ട് എവർ മാർക്ക് ദേ ഹവ് സ്കോർഡ് അതിനെ വാലിഡേറ്റ് ചെയ്യുന്നില്ല, അവരുടെ എഫേർട്സിനൊന്നും വാലിഡേറ്റ് ചെയ്യാറില്ല യൂഷ്വലി പാരൻസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സംവെയർ ഡൗൺ ദ ലൈൻ ഡ്യൂറിങ് ദെയർ അക്കാഡമിക് ജേർണി സ്റ്റുഡൻസ് സ്റ്റാർട്ട് ടു ഫീൽ ദാറ്റ് ദെയർ സെൽഫ് വർത്ത് ഇസ് ലിങ്ക്ഡ് ടു ദാറ്റ് പ്രിന്റഡ് സ്കോർ ഓൺ ദ പേപ്പർ. സോ അപ്പോൾ അവരെങ്ങനെയും അവർക്ക് സ്കോർ കിട്ടിയേ മതിയാവുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ അവരുടെ ഫോക്കസ് സ്റ്റഡീസിൽ നിന്ന് മാറി നേരെ സ്കോറിങ്ങിലേക്ക് പോകും. വിച്ച് മീൻസ് ദേ വിൽ ട്രൈ ടു ക്രാക്ക് ദി എക്സാം ദാൻ ട്രൈങ് ടു ക്രാക്ക് ദി സബ്ജക്ട്. സോ ഹൗ ഡു ദേ ക്രാക്ക് ദി എക്സാം? അവരുടെ ലേണിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറേ കുട്ടികൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചിട്ട് പോകും, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബ്ലൂ പ്രിൻ്റ് എടുത്ത് വെച്ച് പഠിക്കാൻ നോക്കും. ഓർ സം വിൽ ഈവൻ അൺഫോർച്ചുനേറ്റ്ലി വിൽ റിസോർട്ട് ടു unethical methods like cheating. അപ്പോൾ ഇതിൻ്റെ ഒരു സെനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഐ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് 3 of my students. ഇതിനകത്ത് ഫസ്റ്റ് ആളെന്ന് പറയുന്നത് നല്ലോണം പഠിക്കും, ആൾക്ക് എന്തും പെട്ടെന്ന് പഠിക്കാൻ പറ്റും, നമുക്ക് പഠിപ്പിക്കാനും ഭയങ്കര എളുപ്പമാണ്, നല്ല റിലവൻ്റ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെയാണ് ചോദിക്കുന്നത്. ബട്ട് സംഹൗ എക്സാം എടുക്കുമ്പോഴത്തേക്കും ആൾക്ക് ടെൻഷൻ വരും, ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മിക്ക എക്സാമിനും വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് വരാം. എപ്പോഴും സ്കോർസ് ഇസ് ബിലോ ആവറേജ്. പക്ഷേ നോളജ് ഭയങ്കര ഡീപ്പാണ്. The second kind of student, he doesn't have a deeper understanding of the subject. ആളുടെ ഫൗണ്ടേഷൻ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാവും, ഇറ്റ്സ് വെരി ഷേക്കി. ബട്ട് നല്ലോണം സ്കോർ ചെയ്യും. എങ്ങനെയെങ്കിലും അയാൾക്കൊരു ഫോട്ടോഗ്രാഫി കൈൻഡ് ഓഫ് മെമ്മറിയാണ്, പഠിച്ചിട്ട് പോകും, നല്ലോണം എക്സാമിന് സ്കോർ ചെയ്തിട്ടേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചോദിച്ചാലും ആൾക്ക് പക്ഷേ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാറില്ല. Then the third kind of student who studies very well and he has also got the knack of cracking exam. So he's got a good blend. പഠിക്കുകയും ചെയ്യും, നല്ലോണം സ്കോർ ചെയ്യുകയും ചെയ്യും. So in all the 3 cases, the common thing is the way they treat the marks that they score. ഇവർക്ക് എല്ലാവർക്കും മാർക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അവർക്കും മാർക്സ് മേടിക്കാനുള്ള പ്രഷറുണ്ട്. ഇത് 3 കുട്ടികളുടെ കഥയല്ല, എൻ്റെ മറ്റ് സ്റ്റുഡൻസിൻ്റെ there's a group of students who can be categorized like this. But I've just taken the example of 3 students. നമുക്കൊന്ന് നോക്കാം, പാരൻസ് എന്തുകൊണ്ട് ഇവർക്ക് ഈ പ്രഷർ കൊടുക്കുന്നത്, ലൈക്ക് എന്തുകൊണ്ടാണ് പാരൻസിന് കുട്ടികൾ നല്ല മാർക്ക് മേടിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. So most of the parents will tell you that I want to secure their future, or in other words, if you put it, they want their children to succeed. But what is the definition of success? നമ്മൾക്ക് നല്ല സ്കോർ മാത്രം കൊണ്ട് കുട്ടികൾക്ക് സക്സസ് കിട്ടുമോ? അങ്ങനെ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് ഉണ്ടോ? നല്ലോണം പഠിച്ച കുട്ടികൾ എല്ലാവരും ലൈഫിൽ സക്സസ് ആയിട്ടുണ്ട്, സക്സീഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഒരു സ്റ്റാറ്റ് നമ്മുടെ കയ്യിലില്ല. In real life, the ground reality is if you have to succeed and you have to strive, there are certain other qualities that you need. You need to be punctual, you need to be accountable, you need to be disciplined at things, you need to have an opinion about things, you need to be able to question things, at least you need to be able to solve small problems that come to your life and handle pressure like that. ഒരു എക്സാമും ഇങ്ങനത്തെ ക്വാളിറ്റീസ് ഒന്നും എവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. വാട്ട് എക്സാം ഡസ് ഇസ് ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് നോളജ് യു ഹാവ്, ഓർ ഹൗ ഗ്രേറ്റ്ലി ഓർ ഹൗ ബ്യൂട്ടിഫുള്ളി യു ക്യാൻ റിമെമ്പർ ആൻഡ് റീപ്രൊഡ്യൂസ് തിങ്സ്. ഇതൊക്കെ മെഷർ ചെയ്യുന്നല്ലാതെ മറ്റ് ക്വാളിറ്റീസ് ഒന്നും ഒരു റിട്ടൺ എക്സാംസും ഓറൽ എക്സാംസും ഒന്നും ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. സോ ആസ് പാരൻസ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് ഐ തിങ്ക് വി ഷുഡ് ഷിഫ്റ്റ് അവർ ലെൻസ് from focusing on marks to focusing on other areas of life that they should improve on. Instead of asking how much did you score, let's ask what new things did you learn today, or what new challenges did you overcome, or did you even try your best? These questions will trigger emotions that will help them push themselves forward, not just the marks. അല്ലെങ്കിൽ അവർ പഠിക്കുന്നത്
ജസ്റ്റ് പാരൻസിനെ ഹാപ്പി ആക്കാൻ വേണ്ടി മാത്രമായി പോകും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സെൽഫ് വർത്ത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു ലേണിങ്ങിലേക്ക് അവർ തിരിയും. സോ ദിസ് ഇസ് സോ ഓൾസോ ഇങ്ങനൊരു വീഡിയോ കേൾക്കുമ്പോൾ പാരൻസിന് തോന്നും, ഹരി അപ്പം മാർക്സ് എന്താ ഇമ്പോർട്ടൻ്റ് അല്ലേ? യെസ്, മാർക്സ് ആർ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലൊരു എബിലിറ്റി ഉണ്ട്, നല്ല സ്കില്ലുണ്ട്. ഇതൊക്കെ ഷോക്കേസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് നല്ല സ്കോർ കിട്ടിയേ മതിയാവുള്ളൂ. ഐ എം ടോക്കിംഗ് അബൌട്ട് ഗെറ്റിംഗ് ഇൻ ടു വെരി പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ ഗ്ലോബ് വെയർ യു വുഡ് നീഡ് മാർക്സ്, but not at the cost of your mental health, not at the cost of your curiosity, or not at the cost of the actual real learning. അത് സാക്രിഫൈസ് ചെയ്തിട്ടാവരുത് ഈ സ്കോറിങ്ങിനെ നമ്മൾ ചേസ് ചെയ്ത് പോരാൻ. So this is one thing I wanted to discuss in this video. So if you're a student listening to this, please remember your self-worth is not linked to the marks that you score. If you're a parent listening to this video, let's give more space for our children to grow and explore rather than giving them the pressure to perform. And if you're an educator listening to this, if you're an educator like me, let's guide our students and let's not judge them. So if this video resonated with you, please share it with anybody who you think should listen to this. And if you really like this video, please drop a thumbs up. And for more content on learning strategies and learning methodologies and other information related to learning, please subscribe to my channel. It is a very bright day today. I wish you all a very good day, and I'll see you in the next video. Thank you.